എന്റെ അറിവനുസരിച്ച് 15 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ളവർക്ക് GST എടുത്താൽ മതി എന്നൊരു നിയമമുണ്ട്. അപ്പൊ അതുകൊണ്ട് തുടക്കക്കാരെടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ടാക്സ് ഈസ് ഓൾവേസ് ഗുഡ് ഫോർ ദ കൺട്രീസ് ഡെവലപ്മെന്റ്. ഈ ഫോറിൻ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഓൺ ദ സെയിം ഡേ വി ഹാവ് ടു രജിസ്റ്റർ ഓൺലൈനിൽ ചെയ്യാം. നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അവരുടെ പാസ്പോർട്ട് നമ്പർ, വിസ, അവർ ഇന്ത്യയിൽ വന്ന ഡേറ്റ്, പിന്നെ ഹൗ ലോങ് നമ്മുടെ ഹോം സ്റ്റേയിൽ വന്ന ദിവസം, ചെക്കൗട്ട് ചെയ്യുന്ന ദിവസം, ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫോം ഉണ്ട്, ഓൺലൈനായിട്ട് ചെയ്യാം. ഇൻഷുറൻസ് എൻ്റെ അറിവിൽ നിർബന്ധമല്ല, പക്ഷെ ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. പിന്നെ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ലൈസൻസ് വേണം, മുനിസിപ്പാലിറ്റിയുടെ, പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കുറെ പേപ്പേഴ്സ് ഉണ്ട്. ഹോം സ്റ്റേ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഹോം സ്റ്റേ ബിസിനസ് രംഗത്ത് ലാഭകരമായ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ അറിവും വൈവിധ്യവും നൽകി നിങ്ങളെ സജ്ജമാക്കുന്നതിനാണ് ഈ കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു ഹോം സ്റ്റേ ബിസിനസ് എന്നത് അതിഥികൾക്കായി താമസമൊരുക്കുന്ന സേവനമാണ്. അവിടെ വീട്ടുടമസ്ഥരോ അല്ലെങ്കിൽ ഹോസ്റ്റുകളോ അവരുടെ താമസ സ്ഥലം യാത്രക്കാർക്കായി തുറന്നു കൊടുക്കുകയും അവർക്ക് വളരെ മികച്ച താമസ സൗകര്യം നൽകുകയും ചെയ്യുന്നു. പരമ്പരാഗത ഹോട്ടലുകളിൽ നിന്നോ അഗതി മന്ദിരങ്ങളിൽ നിന്നോ വ്യത്യസ്തമായി അതിഥികൾക്ക് അവർ സന്ദർശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തിന്റെ പ്രാദേശിക സംസ്കാരത്തിലും ജീവിത രീതിയിലും മുഴുകാൻ ഹോം സ്റ്റേകൾ ഒരു സവിശേഷ അവസരം നൽകുന്നു. വരൂ, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യം പറയുന്നത്, നമുക്കൊരു വീടിൽ ഒരു എക്സ്ട്രാ റൂം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ അതായിരിക്കണം ഫസ്റ്റ് ചോയ്സ്. സെക്കൻഡ് ചോയ്സ് നമുക്ക് കാര്യം, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പെര കെട്ടി അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത് റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പം ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങി, പിന്നെ കോവിഡ് ആയി, അങ്ങനെ കുറെ വെള്ളപ്പൊക്കമായി, അങ്ങനെ കുറെ നമുക്ക് അറിയില്ല അങ്ങനെ വരുമെന്ന്. ഒരു ഫൈനാൻഷ്യൽ സ്ട്രെയിൻ ഒക്കെ വന്നാൽ അത് ബുദ്ധിമുട്ടാണ്. ചെറുതായി തുടങ്ങുക. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് എ ഫ്രണ്ട്, വെരി ക്ലോസ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരൊക്കെയാണ്. അപ്പൊ അവന് ഇത് ഒരു ഹോം സ്റ്റേ, അവൻ നല്ല പ്രോപ്പർട്ടിയാണ്, ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോപ്പർട്ടി. അപ്പൊ അവിടെ കോട്ടേജസ് സെറ്റ് ചെയ്യുന്ന 5-6 കോട്ടേജസ് ഉണ്ട്. അപ്പൊ അവര് ഈ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്, നന്നായിട്ട് ചെയ്തിട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, വെൻ 2 cottages വാസ് റെഡി, ഞാൻ പറഞ്ഞു യു സ്റ്റാർട്ട് മാർക്കറ്റിംഗ്. മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്കുടെ പ്രോപ്പർട്ടിയെ കുറിച്ച് അറിയും. മീൻ ടൈം നമുക്ക് അങ്ങനെ അടുത്ത് സെറ്റ് ചെയ്യാം. പക്ഷെ ഹി വാണ്ടഡ് ടു കംപ്ലീറ്റ് ദ ഹോൾ തിങ്, എന്നിട്ട് മാർക്കറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ടൈം ലോസ് ആയി. ഇംപ്രഷൻ കാണുക, ഞാൻ ചെറുതായിട്ട് അത് കാണുമായിരിക്കും. പക്ഷെ അത് ടൈം ലോസ് ഉണ്ടായി. അത് കഴിഞ്ഞ് കോവിഡ് വന്നു 2 വർഷം. അതൊക്കെ ഒരു ബട്ട് ഹി ഈസ് മാനേജിങ്. പക്ഷെ അല്ലാതെ പുള്ളിക്കാർക്ക് ചിലപ്പോൾ കാശ് ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ആൾക്കാർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഒരു വളരെ ഇല്ലായ്മയായിരിക്കും. അപ്പൊ വല്ലവരും കാശ് കഴിവതും നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ അത്രയും മാനേജ് ചെയ്തിട്ടേ പൈസക്ക് പോകാവുള്ളൂ. ഡോണ്ട് ഗോ ഫോർ ദ ഹോൾ എമൗണ്ട് ഫ്രം സംവെയർ. അത് പാടില്ല. ഈ എന്റെ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അത് നെൽപ്പുര എന്നാണ് ഇതിന് പറയുന്നത്, പേര് ഇതിന് ഇട്ടിരിക്കുന്നത്. ഇതപ്പോ എന്റെ ബ്രദറിന് വേണ്ടി മേടിച്ചിട്ട് പുള്ളി ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ചപ്പോ ഞാൻ അപ്പൊ ഇവിടെ സെറ്റ് ചെയ്തതാ. അപ്പൊ ഞാനിവിടെ വെച്ചപ്പോ അങ്ങനെ ഒരു ബഡ്ജറ്റിങ്ങിന്റെ ബേസിലൊന്നും അല്ല, അങ്ങ് ചെയ്യാം, ഇത്ര രൂപ ആകുമെന്ന്. പക്ഷെ അതിലൊന്നും നിന്നില്ല. അപ്പൊ അങ്ങനെ അത് ചെയ്തു. അപ്പൊ ഇതൊരു ചെയ്തപ്പോ ഈ മേടിച്ച വീടെന്ന് പറയുമ്പോ 5 റൂംസ് ഉണ്ടായിരുന്നു, ചെറിയ റൂംസാ. അല്ല, ഇത് ഈ കെട്ടിടത്തെ ഇത് ഞാൻ അടുത്തൊന്നും കൊണ്ടുവന്നതാണ്. ഇത് കാഞ്ഞിരപ്പള്ളി അടുത്തൊന്നും മേടിച്ച ഒരു വീടാ. എന്നിട്ട് അത് നോക്കിയപ്പോ അതിന് 5 റൂം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ടു സ്മോൾ. അപ്പൊ അത് ഞാൻ മെർജ് ചെയ്തിട്ട് 3 റൂമായി. ഇപ്പൊ ടോട്ടലി 3 റൂംസ് ഉണ്ട്. പക്ഷെ കുറെ മോഡിഫിക്കേഷൻ വന്നതിൽ കുറെ കാര്യങ്ങൾ ഞാൻ ഐ ട്രൈ ടു മെയിൻറ്റെയിൻ. ഈ ഡോർ ഇവിടെ ഒരു ചെറിയ ഡോറാ, ഈ പഴയ ചെറിയ ഡോറാ, തടിയുടെ ഇതൊക്കെ. അപ്പൊ അത് എനിക്കറിയാം, വലിയ പെട്ടിയൊക്കെ ആയിട്ട് വരുമ്പോ വലിയ പ്രയാസമാണ്. അപ്പൊ അത് പറ്റില്ലെന്ന്. അപ്പൊ ഞാൻ എന്റെ ഒരു കാർപ്പൻ്റർ ഉണ്ട്, റിയലി ഗുഡ്. അതൊക്കെ ദൈവം കൊണ്ട് തന്നതുപോലെ എനിക്ക് പല കാര്യങ്ങളും. ഹോം സ്റ്റേ ബിസിനസ് കോഴ്സിലെ ഹോം സ്റ്റേ ബിസിനസ് എങ്ങനെ സജ്ജീകരിക്കാം എന്ന ചാപ്റ്ററിന്റെ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ കോഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണിത്. ഈ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഭാഗത്തിൽ വ്യക്തത വരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ ആവശ്യമായ നിക്ഷേപം, രജിസ്ട്രേഷൻ, ലൈസൻസുകൾ, ഗവൺമെന്റ് സബ്സിഡികൾ, ഹോം സ്റ്റേ ബിസിനസിന്റെ മെനുവും വിലനിർണ്ണയവും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി ഹോം സ്റ്റേ ബിസിനസ് കോഴ്സിന്റെ A to Z
കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാല ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് ഇനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അപ്പൊ ഇത് അവൻ ഇതിന് പറ്റുന്ന രീതി സെക്കൻഡ് ഹാൻഡ് തടിയെടുത്ത് ചെയ്ത് ഇതൊക്കെ ഇട്ടതൊക്കെ ഒരു സെക്കൻഡ് ഹാൻഡ്. പക്ഷെ ഇതിന്റെ പാർട്ടാന്നേ തോന്നത്തുള്ളൂ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പഴയ പേരക്ക് ഇങ്ങനെയുള്ള ഫ്രണ്ട് പ്രൊജക്ഷൻ ഒന്നും ഇല്ല. ഇവിടെ ഉള്ള വരാന്ത 3 feet ഉള്ളു, ഇത് 5 feet ആക്കി. എനിക്കറിയാം ആൾക്കാർ കൂടുതലും വരാന്തയിൽ സ്പെൻഡ് ചെയ്യും. അതിനാ 2 കോട്ടൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങാനൊക്കെ നല്ല. അതെ അതെ. ഈ തൂണെന്ന് പറഞ്ഞാലേ എന്റെ പഴയ നെൽപ്പുരയുടെ തൂണ. തൂണ് ചെറുതായിരുന്നു, ഇതിന്റെ തൂണ് ചെറുതായിരുന്നു. പക്ഷെ ഇതിന്റെ ആ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ, അത് കളയണ്ടെന്ന് വിചാരിച്ചാണ് കീപ്പ് ചെയ്ത്. അത് തന്നെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ഇതിന്റെ അറിയത്തില്ല. ഇത് ഞാൻ മേടിക്കും ഇപ്പൊ ഒരു 140 വർഷം പ്രായം. ഞാൻ മേടിച്ചപ്പോ അവരോട് ചോദിച്ചു, അവര് പറഞ്ഞു 125 വർഷം പഴക്കമുള്ളതെന്ന് പറഞ്ഞു. 125 വർഷം പഴക്കം. ഹിസ്റ്ററി. അതുകൊണ്ടാണ് സാർ ഈ തീം ബേസ്ഡ് ആയിട്ട്. ഞാൻ അപ്പൊ ഫർണിച്ചറൊക്കെ വന്നപ്പം എനിക്ക് നിർബന്ധമായിരുന്നു ഭയങ്കര മോഡേൺ ഫർണിച്ചേഴ്സ് ഇടാൻ താല്പര്യമില്ലായിരുന്നു. ഞാനപ്പോ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചേഴ്സ് അവിടെ കിട്ടും. അങ്ങനെ കിട്ടി. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാൻഡ് ഞാൻ ഇവിടെ കിടക്കുന്ന ഈ കസേരയിൽ 2-3 സെക്കൻഡ് ഹാൻഡ്. എന്നിട്ട് എനിക്ക് കസേരയുടെ എണ്ണം കൂടുന്ന പറഞ്ഞപ്പോ ഒരു ആശാരിയെ വിളിച്ച് ഇതേ മോഡലിൽ തന്നെ ബാക്കി കസേര ചെയ്യിച്ചു. അതിൽ നിന്ന് ഒരുപാട് കാശ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സാർ പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മോഡ്യൂളിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഉള്ള എല്ലാ കാശും എടുത്തു വെച്ചിട്ട് ഹോം സ്റ്റേ തുടങ്ങണ്ട. സാറ് പറയുന്നത് ഗ്രാജുവൽ ആയിട്ട് നിങ്ങൾ തുടങ്ങുക, ഗ്രാജുവൽ ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യൂ. ഇപ്പം ഈ ചെയർസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം ഓപ്റ്റ് ചെയ്ത് സെക്കൻഡ് ഹാൻഡ് ചെയർസ് ആണ്. അതിൽ ബഡ്ജറ്റ് മാറുന്നുണ്ട്. പിന്നെ തൂണുകൾ, അപ്പൊ ആ ഒരു ട്രഡീഷൻ അത് വേണമെങ്കിൽ ചിലപ്പോൾ ഇടിച്ചു മാറ്റിയാൽ ഇത്രയും ഈ ഭംഗി വരില്ല. അത് മാത്രമല്ല 140 വർഷത്തെ ഹിസ്റ്ററി ക്യാരി ചെയ്യണം. അപ്പൊ അവിടെയൊക്കെയാണ് അത്. ഇപ്പം ഒരു ഗസ്റ്റ് വന്നാലും ഇത് അവർക്ക് ഭയങ്കര അല്ല, അത് അവര് ഒത്തിരി ആ ഇയേഴ്സ് ഓഫ് പറയുമ്പോ അവര് തന്നെ സ്പെഷ്യൽ അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഫർണിച്ചേഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ സാർ അതുപോലെ പെയിന്റിങ്സ് ആണെങ്കിലും ഞാൻ ഈ ടൈലൊക്കെ ഞാൻ ഒത്തിരി മെനക്കെട്ട് അകത്ത് നമ്മുടെ സാധാരണ ഈ മറ്റേ ടൈല നമ്മുടെ വെട്രിഫൈഡ് അല്ലല്ല, വെട്രിഫൈഡ് അല്ല, തറയോട്. അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം. വെയിലും മഴയൊക്കെ കൊള്ളുന്നതുകൊണ്ട് ഇതേ ഡിസൈനിലുള്ള ഒരെണ്ണം ഒത്തിരി കഷ്ടപ്പെട്ടാ കിട്ടിയത്. സൂപ്പർ. ട്രഡീഷന് മാച്ച് ചെയ്യുന്നത്. അത് മാത്രമല്ല ഞാന് നോ ആർക്കിടെക്ട്സ് ആരും ഇല്ലായിരുന്നു. ഞാൻ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തതാ. എനിക്കെന്തോ ഈ ബിൽഡിങ്സിനോടൊക്കെ ചെറിയ ഐ എം നോട്ട് വെരി ഗുഡ്. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ചെറിയ ഐഡിയാസ് ഉണ്ട്. ബേസിക് ഐഡിയ എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. എന്റെ ഫാദറും അങ്ങനെയായിരുന്നു. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഒത്തിരി പേര് അപ്രീഷിയേറ്റ്. ഇതിന് ഒത്തിരി പോരായ്മയുണ്ട്, അതെനിക്കേ അറിയത്തുള്ളൂ. അത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അത് കവറപ്പ് ഞാൻ കുറെ ചേഞ്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നടുക്കത്തത് ഹെറിറ്റേജ് ആയിട്ട് അവിടെ ഇട്ടിരുന്ന, പക്ഷെ അതുവഴി കയറി ഇറങ്ങാനായിട്ട് ആൾക്കാർ ഇപ്പൊ പുതിയ ഡോർ വെച്ചു. പഴയ ചെറിയൊരു വിൻഡോ ആയിരുന്നു, അത് മാറ്റി രണ്ടാമത് വലിയ വിൻഡോ വെച്ചു. കാറ്റും വെളിച്ചമൊക്കെ പിന്നെ എല്ലാം എയർ കണ്ടീഷനാണ്. എല്ലാം എയർ കണ്ടീഷനാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഞാൻ ഇത് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഒന്നും അറിയാത്ത എനിക്ക് ഇങ്ങനെ ഒരെണ്ണം എന്റെ ഗുണമല്ല, എന്റെ കാർപ്പന്റർ വാസ് ഗുഡ്. ഞാൻ പറയുന്നത് എന്നാന്ന് അവന് മനസ്സിലായി. അവൻ അത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ഭംഗിയായിട്ട് അവന് ചെയ്യാൻ പറ്റി. അതാ ഹി വാസ് മൈ ക്ലാസ്മേറ്റ് ഓൾസോ. അവന്റെ വർക്ക്മാൻഷിപ്പ് നമ്മൾ കണ്ടിരിക്കാം, പണിയുന്ന രീതിയൊക്കെ. അപ്പൊ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഓർക്കുക, അവരെ അപ്രോച്ച് ചെയ്യുക. കാരണം നമ്മൾ വേറൊരാളെ ഹയർ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ആത്മാർത്ഥത കിട്ടണമെന്നില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ ഓർക്കും പുള്ളി ഇച്ചിരി ഒരു ഉഴപ്പല, ഇച്ചിരി മദ്യത്തിനൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ എന്റെ സമയത്ത് എനിക്ക് കിട്ടിയത് ഒരു ഭാഗ്യമാണെന്ന് എനിക്ക് എപ്പോഴും ഞാനത് വിചാരിക്കും. ഇത് കഴിഞ്ഞ് ഇത്രയും ചെയ്തപ്പോ ഞാൻ എന്റെ മോടെ പഠിത്തം കഴിഞ്ഞു, അവളെ +2 കഴിഞ്ഞു. ഐ വാണ്ട് ടു സെൻഡ് ഹിം ഫോർ എ ഗുഡ് പ്രൊഫഷൻ. അപ്പൊ എങ്ങനെ അപ്പൊ ഷീസ് ഒരു ആർട്ടിനോട് നന്നായിട്ട് വരയ്ക്കുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, എടാ എന്നതാണ് വൈ ഡോണ്ട് യു ഗോ ഫോർ എൻ ആർക്കിടെക്ട്? ഇത് ഞാൻ പിന്നെ അതിനെ കുറിച്ച് അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അവള് പോയി ഷീസ് എൻ ആർക്കിടെക്ട് നൗ. ഷീസ് ഇൻ മൈസൂർ. ഹസ്ബൻഡും ആർക്കിടെക്ട് ആണ്. They are doing good. ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ഫാമിലി ബിസിനസ് വന്നു. മാം ഇപ്പൊ റിട്ടയർ ആവുമ്പോഴത്തേക്കും അഗൈൻ ഷീ ഈസ് ഇൻവോൾവിംഗ്. മകൾ ആർക്കിടെക്ട് ആയി മാറി. സോ ദാറ്റ് ഷീ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദിസ് ബിസിനസ്. ഷീ ഡിഡ്ന്റ് കോൺട്രിബ്യൂട്ട് എനിത്തിങ് ഫോർ ദ ബിൽഡിംഗ്. പക്ഷെ
ഞാനിത് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായ ക്രിയേറ്റിവിറ്റിയുടെ വാല്യൂ ഒക്കെ. അവരത് ആധികാരികമായിട്ട് പഠിച്ചൊരു ഡിഗ്രി അതിൽ എടുക്കുമ്പോൾ അതിന് കുറച്ചൊരു വാലിഡേഷൻ കൂടുതലാണ്. എന്നിട്ട് അവളുടെ കല്യാണത്തിന് അവളുടെ ഫ്രണ്ട്സും കുറെ ആർക്കിടെക്ട്സ് ഒക്കെ വന്നു. അവര് റിയലി അപ്രീഷിയേറ്റഡ് ദ ബ്യൂട്ടി ഓഫ് ഈവൻ മൈ പേരന്റ് ബിൽഡിംഗ്, ആൻസെസ്ട്രൽ ബിൽഡിംഗ്. അതിന് അവർ പറഞ്ഞ അതിനൊരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. അതാണ് അതിന്റെ ഭംഗിയൊക്കെയാ പറഞ്ഞത്. സത്യം പറഞ്ഞല്ലോ, നമുക്ക് ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സത്യസന്ധമായിട്ട് കാര്യം അന്നത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ സാറ് ഇപ്പൊ തന്നെ ഇത്രയും പ്രളയവും കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ ഇന്ന് വെക്കുന്ന ഈ രീതിയിലുള്ള വീടുകളോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ 75 years old. 75 years old. സോ ആ ഒരു ട്രഡീഷൻ ക്യാരി ചെയ്യുന്നു സാർ. പിന്നെ ഈ ഒരു തീമിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ ഈ ഒരു ഹോം സ്റ്റേ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണ ഈ ഒരു 4 കെട്ട് ആ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ആ ഒരു തീം എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് സാർ? ഇതിപ്പോ എനിക്ക് there was no other choice. എനിക്ക് കിട്ടിയ ഒരു പഴയ പെരയാ, തടിയാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് അത് വലിയ മാറ്റങ്ങൾ വരാൻ പറ്റില്ല. റൂമിന്റെ വലിപ്പമൊക്കെ, പിന്നെ ഇതിന് യോജിക്കുന്ന ഫർണിച്ചറും ഇതും സെറ്റപ്പുകളും ഒക്കെ ഉണ്ടാകണമെന്ന് പിന്നെ ആഗ്രഹിക്കുകയായിരുന്നു. ഓക്കെ. അല്ലാതെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു 2 റൂമും കൂടെ അറ്റാച്ച് ചെയ്യണം. അത് എനിക്ക് വേറൊരു തീമിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. തൂണ് ഇപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ കാലഘട്ടം, ഇപ്പൊ തൂണൽ ചെയ്തിട്ട് ഇച്ചിരി എലിവേറ്റഡ് ആയിട്ട് ചെയ്തിട്ട് 2 റൂംസ് വിത്ത് വരാന്ത അറൗണ്ട്. പ്രളയം വന്നാൽ പോലും അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് വലിയ കാര്യമാണ്. നമ്മൾ ഒരു അപകടത്തിൽ നിന്ന് ഒരു പാഠം നമ്മൾ പഠിക്കുന്നു. ഇനി അടുത്തുണ്ടായാലും അത് ഓവർകം എങ്ങനെ ചെയ്യാം. പ്രളയം താഴെ വെള്ളവും ആകുമ്പോ നമുക്ക് അവിടെ താമസിക്കാൻ പ്രയാസമാണ്. അല്ല, ബിൽഡിങ്ങിനൊന്നും പിന്നെ അതുപോലെ ക്ലീനിങ്ങും മെയിന്റനൻസ് സാർ, ഇത് നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാർ? ക്ലീനിങ് ആൻഡ് മെയിന്റനൻസ് നമ്മൾ ഈ തടിക്കൊക്കെ പെയിന്റ് ഒക്കെ കൊടുക്കുമ്പോ ആ ഒരു അതൊക്കെ ചെയ്യുന്ന നല്ല ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും അത് ലാസ്റ്റ് ഫോർ ലോങ്. ആൻഡ് യുവർ ടോയ്ലറ്റ്സ് വാഷ്റൂം ഇസ് ഓസം. ഞാൻ ഐ ഡിഡ്ന്റ് ഡു മച്ച് ഓൺ ഇറ്റ്. ആ ഒരു ഞാൻ കണ്ടതില് ആ ഒരു ഫ്ലോർ ആണെങ്കിലും അത് പഴയതാ കേട്ടോ, അന്ന് ചെയ്ത. പക്ഷെ അത് മെയിന്റനൻസിലായിരിക്കും. ഗസ്റ്റ് ഇല്ലെങ്കിലും ഓഫ് സീസണിൽ ഗസ്റ്റ് കുറവാ. ഞങ്ങൾക്കൊരു 4-5 മാസം സീസൺ എന്ന് പറയാനുള്ളൂ. മറ്റത് മാസത്തിൽ 1-2 പേര്. പക്ഷെ എല്ലാ 2-3 ആഴ്ച ആകുമ്പോഴും നമ്മുടെ പണിക്കാരെ വിളിച്ച് ഇത് ചെയ്യും. ഇപ്പൊ മെയിന്റനൻസ് മോശമായിട്ട് കിടക്കാറ്. കോവിഡ് കഴിഞ്ഞിട്ട് പെട്ടെന്നാ പിക്ക് ചെയ്തത്. ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇത്തവണ ചെയ്തിട്ട് അടുത്ത വർഷം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇത്തവണ പെട്ടെന്ന് ഒരു മാർക്കറ്റ് വന്നു. അപ്പൊ അതുകൊണ്ട് പ്രോപ്പറും ഫുള്ളി മെയിൻറ്റെയിൻഡ് അല്ല ഇത്. ബട്ട് ഇറ്റ്സ് നോട്ട് ബാഡ് എന്ന് എനിക്ക് തോന്നുന്നത്. സാർ, ഇവിടെ നമുക്ക് ഒരുപാട് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് സാർ ഒരുക്കിയിട്ടുള്ളത്? ഞാൻ സാധാരണ ഇവിടെ കൊടുക്കുന്ന റൂം, ഫുഡ് പറയുമ്പോൾ സാധാരണ ഹോം സ്റ്റേസിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിന്നർ മാത്രമേ. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറിന് എക്സ്ട്രാ ചാർജ് ചെയ്യും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു വില്ലേജ് ആണ്. They don't have a choice for a hotel, good hotel, decent hotel. അപ്പൊ അങ്ങനെ വരുമ്പം അവർക്ക് ഇത് മാത്രമേ എനിക്ക് ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഫുൾ ബോർഡ് എന്നും പറഞ്ഞ് 3 നേരത്തെ മീൽസ്, ഈവനിങ് ടീ ഉൾപ്പെടെ 4 നേരത്തെ മീൽസും ഫുഡും ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമ്മുടെ ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ റേറ്റ് കൂടുതലാണ്. ചിലർക്ക് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി. അപ്പൊ ഞാൻ പിന്നെ 3 ക്ലാസ് ആയിട്ട് തന്നെ ക്ലാസ് ഡിവൈഡ് ചെയ്തു. ഞാൻ എന്റെ അഭിപ്രായത്തിൽ ടൗണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി, അതിനൊരു റേറ്റ് വെക്കുക. അതിന്റെ അകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ചാർജ് എക്സ്ട്രാ. അത് വരുന്നുണ്ട് സാർ, നമ്മുടെ അടുത്ത മൊഡ്യൂളിൽ പ്രൈസിങ്ങിനെ കുറിച്ചാണ് വരുന്നത്. പക്ഷെ ഇപ്പോ നമുക്ക് അമ്യൂണിറ്റീസിനെ കുറിച്ചാണ് അറിയേണ്ടത്. അതായത് പിന്നെ കൊടുക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് സൗകര്യങ്ങൾ, വേറെ സൗകര്യം. പിന്നെ ആൾക്കാർക്ക് 2-3 സൈക്കിള് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. നല്ല കണ്ടീഷൻ ആയിരിക്കണം. അത് വെച്ചിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ ആക്ടിവിറ്റി. പിന്നെ ഞാനൊരു മാപ്പ്, ലോക്കൽ മാപ്പ്. ഇപ്പൊ ഫോറിനേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ എളുപ്പമായി. ഇവിടുത്തെ റോഡും വെച്ചിട്ട് അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഒത്തിരി പ്രായമാണെങ്കിൽ നടക്കാനാവും. ഇൻവെസ്റ്റ്മെന്റ് ആണ്, അവർക്ക് അതൊരു വലിയ ഒരു അനുഭവം. യു ക്യാൻ മേക്ക് എ റവന്യൂ. ഞാൻ ആരുടെ അങ്ങനെ ചാർജ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ എപ്പോഴും ചാർജ് ഉണ്ടെന്നൊക്കെ പറയും, പക്ഷെ ഐ ഡോണ്ട് ടേക്ക് 100 rupees ഫോർ ദാറ്റ്.
ഞാൻ മേടിച്ചിട്ടില്ല, പക്ഷെ സർവീസ് ആയിട്ട് കിടക്കുക. പിന്നെ വൈഫൈ ഉണ്ട്, ഓഫ് കോഴ്സ് വൈഫൈ ഉണ്ട്. പിന്നെ നമുക്ക് അവർക്ക് വള്ളത്തെ പോണെങ്കിൽ വള്ളം അറേഞ്ച് ചെയ്ത് കൊടുക്കും. ചിലർക്ക് ടുക് ടുക് ഓട്ടോറിക്ഷ, അവർക്ക് അതിന് ഇവിടുത്തെ ആൾക്കാരെ ഞാൻ 2-3 പേരുണ്ട്, അവരോട് പറയും എന്തൊക്കെയാ കാണിക്കേണ്ടത്, എവിടെയൊക്കെയാ കൊണ്ടുപോകണമെന്നൊക്കെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം, നമുക്ക് അവർക്ക് ഒരു വെജിറ്റബിൾ മാർക്കറ്റ്, ഒരു പഴയ അമ്പലം, പള്ളി, അല്ലെങ്കിൽ ഒരു പാഡി ഫീൽഡ്, ടോഡി ഷോപ്പ് സാധാരണ ഞാനുള്ളപ്പോഴേ പോകത്തുള്ളൂ. വേറൊരു ആക്ടിവിറ്റി ഉണ്ട്, വിസിറ്റ് വിത്ത് പിന്നെ എഡ്യൂക്കേഷണൽ ടൂർ വിത്ത് പ്രൊഫസർ എന്നും പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. അതിന് ചാർജ് ചെയ്യുന്നതാ. അത് ഞാൻ എന്റെ കാറെ കയറാവുന്ന 3 പേരും ഞാനുമായിട്ട് പോകും. ഡീറ്റെയിൽ അവരെ ഷാപ്പിൽ കൊണ്ടും കള്ള് കാണിക്കും, ടേസ്റ്റ് ചെയ്യിപ്പിക്കും. പിന്നെ നമ്മള് വെജിറ്റബിൾ ഷോപ്പിൽ പോകും, പാഡി ഫീൽഡിൽ പോകും. അങ്ങനെ കുറെ ആക്ടിവിറ്റി, അമ്പലത്തിൽ പോകും, പഴയ പള്ളിയിൽ പോകും. നമ്മൾ പോകുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റുകൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന് കുറെ കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ചിലർ പാഡിയെ കുറിച്ച് തന്നെ പാടത്ത് ഇറക്കി അവരെ നെല്ല് കാണിക്കുക, അതിന്റെ ഗ്രോത്തും സീസണും അതിന്റെ അസുഖങ്ങളും ഒക്കെ നമ്മൾ പറയാൻ, ചില ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് നമ്മൾ പൾസ് റീഡ് ചെയ്യാനും കഴിവ് വേണം കേട്ടോ. ചുമ്മാ കാണാതെ പഠിച്ചിട്ട് എല്ലാം ബോറടിപ്പിച്ച് കളയുകയും ചെയ്യരുത്. പിന്നെ അവരുടെ ഒരു റിഫ്ലക്ഷൻ കിട്ടുമല്ലോ നമ്മൾ പറയുമ്പോൾ, വെദർ ദേ ആർ എൻജോയിങ്, വെദർ ദേ ആർ ആക്ട്. അത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വരുമ്പോഴേ നമ്മൾ ഫീൽഡിലേക്ക്. ഡെയിലി ക്ലീനിങ് ഉണ്ട്. എനിക്ക് 3 ജോലിക്കാർ പെണ്ണുങ്ങൾ തന്നെയുണ്ട്. ഒന്ന് കുക്ക് ചെയ്യാന്, ഒന്ന് പിന്നെ ക്ലീനിങ്, ഒന്ന് പിന്നെ ഈ ബെഡൊക്കെ വിരിക്കുക. അങ്ങനെ 2-3 ജോലിക്കാർ അതിനു വേണ്ടി തന്നെയുണ്ട്. എല്ലാം പെണ്ണുങ്ങളാ, നമ്മുടെ അയൽവക്കത്തുള്ള പിള്ളേരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ അതെ. പിന്നെ നമ്മൾ പോയി ഇടയ്ക്ക് ചെക്ക് ചെയ്യും കേട്ടോ. ഒരു വൃത്തി എന്ന് പറയുമ്പോ ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് കാണുമ്പോൾ ഇത് നല്ല വൃത്തിയാ, പക്ഷെ നമ്മൾ ഇടയ്ക്ക് പോയി ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ പൊടി കാണുകയാണെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ട്. ഒരു ഏജന്റ് ഇവിടെ വന്നു. എവറിത്തിങ് വാസ് ഗുഡ്. വരുമെന്ന് എനിക്കറിയാം, ഐ കെപ്റ്റ് ഇറ്റ് എവറിത്തിങ് റൈറ്റ്. പക്ഷെ ഷീ ജസ്റ്റ് ലൈറ്റിന്റെ മേളിൽ, വാഷ് ബേസിന്റെ മേളത്തെ ലൈറ്റിന്റെ മേളിൽ ഇങ്ങനെ തൊട്ടിട്ട് എന്നെ കാണിച്ച്. ഡസ്റ്റ്. നമ്മളത് നോട്ടീസ് ചെയ്യത്തില്ല. അപ്പൊ അവൾ, ഷീ ഈസ് വെരി ഷ്രൂഡ്. ഐ അപ്രീഷിയേറ്റ് ലേണിംഗ്. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലെവലുണ്ട്, ക്ലെൻലിനെസിന്റെ ലെവലുണ്ട്. നമ്മൾ ഏറ്റവും ഹൈ ലെവലിൽ തന്നെ പോകണമെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അതിഥികൾക്ക് ആകർഷകമായ അന്തരീക്ഷം സൃഷ്ടിക്കാനായി ഹോം സ്റ്റേ ബിസിനസ് കൃത്യമായി സജ്ജീകരിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഹോം സ്റ്റേ സജ്ജീകരിക്കുമ്പോഴും അലങ്കരിക്കുമ്പോഴും പരിഗണിക്കേണ്ട ചില ഘട്ടങ്ങൾ ഇതാ. തീം നിർവചിക്കുക. നിങ്ങളുടെ ഹോം സ്റ്റേക്കായി നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന തീമും അന്തരീക്ഷവും നിർണ്ണയിക്കുക. ലൊക്കേഷൻ, ടാർഗറ്റ് മാർക്കറ്റ്, നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സൗകര്യങ്ങൾ എന്നിവ പരിഗണിക്കുക. ഇത്തരം കാര്യങ്ങൾ കൂടാതെ നിങ്ങളുടെ ഹോം സ്റ്റേയുടെ അലങ്കാരങ്ങൾ, കളർ, അവിടെ ഉപയോഗിക്കുന്ന ഫർണിച്ചർ എന്നിവയിൽ നിങ്ങൾക്ക് കൃത്യമായി തീരുമാനമെടുക്കണം. സൗകര്യപ്രദമായതിലും പ്രവർത്തനക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫർണിച്ചറുകൾ, കിടക്കകൾ, മറ്റ് സൗകര്യങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുമ്പോൾ അതിഥികളുടെ സൗകര്യത്തിനും മുൻഗണന നൽകുക. സുഖപ്രദമായ കിടക്കകൾ, ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ, വിശാലമായ സ്റ്റോറേജ് ഓപ്ഷനുകൾ എന്നിവ തിരഞ്ഞെടുക്കുക. ഓരോ മുറിയുടെയും ലേഔട്ട് രൂപകൽപ്പനയും അതിന്റെ ഇടവും പരമാവധി വർദ്ധിപ്പിക്കുകയും അതിലൂടെ നിങ്ങളുടെ അതിഥികൾക്ക് ഏറ്റവും മികച്ച അനുഭവം നൽകുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക. സുഖപ്രദമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. സുഖപ്രദമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഊഷ്മളമായ നിറങ്ങൾ, ലൈറ്റിംഗ്, ടെക്സ്ചറുകൾ എന്നിവ ഉപയോഗിക്കുക. മൃദുവായ ലൈറ്റിംഗ്, നിറങ്ങൾ, സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ എന്നിവ നിങ്ങളുടെ ഹോം സ്റ്റേ അതിഥികൾക്ക് അവരുടെ സ്വന്തം വീട്ടിലേതുപോലെ തന്നെ അനുഭവം നൽകുന്നു. അലങ്കാരങ്ങൾ. അതിഥികൾക്ക് അവരുടെ ഹോം സ്റ്റേ അനുഭവം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ചെറിയ വിശദാംശങ്ങൾ ശ്രദ്ധിക്കുക. പ്രാദേശിക സംസ്കാരത്തെയോ നിങ്ങളുടെ വ്യക്തിഗത താൽപ്പര്യത്തെയോ പ്രതിഫലിക്കുന്ന കലാസൃഷ്ടികൾ, ഫോട്ടോഗ്രാഫുകൾ അല്ലെങ്കിൽ പ്രാദേശിക കരകൗശല വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കുക. പൂക്കൾ, പുസ്തകങ്ങൾ, ബോർഡ് ഗെയിം അല്ലെങ്കിൽ പ്രാദേശിക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള വെൽക്കം കിറ്റുകൾ എന്നിവയെല്ലാം നൽകുന്നത് അതിഥികൾക്ക് മികച്ച അനുഭവം നൽകുന്നു. വൃത്തിയിലും ശുചിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ഹോം സ്റ്റേ വൃത്തിയുള്ളതും നന്നായി പരിപാലിക്കുന്നതും ശുചിത്വമുള്ളതും ആയിരിക്കണമെന്ന് ഉറപ്പാക്കുക. കുളിമുറികൾ, കിടപ്പുമുറികൾ, പൊതു ഇടങ്ങൾ, അടുക്കള സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പ്രദേശങ്ങളും പതിവായി വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യുക. അതിഥികൾ വൃത്തിയുള്ളതും നന്നായി സൂക്ഷിച്ചതുമായ അന്തരീക്ഷത്തെ പ്രതീക്ഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഔട്ട്ഡോർ സ്പേസുകൾ.
നിങ്ങൾക്ക് പൂന്തോട്ടങ്ങൾ, നടുമുറ്റം അല്ലെങ്കിൽ ബാൽക്കണി പോലുള്ള ഔട്ട്ഡോർ ഏരിയകൾ ഉണ്ടെങ്കിൽ അവിടെ അതിഥികൾക്ക് വിശ്രമിക്കാനും ചുറ്റുപാടും ആസ്വദിക്കാനും കഴിയുന്ന സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ സൃഷ്ടിക്കുക. ഈ ഇടങ്ങൾ ആകർഷകമാക്കാൻ സസ്യങ്ങൾ, ഔട്ട്ഡോർ ലൈറ്റിംഗ്, സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ എന്നിവ ഒരുക്കുന്നത് പരിഗണിക്കുക. കാര്യക്ഷമമായ പൊതുയിടങ്ങൾ. അതിഥികൾക്ക് പരസ്പരം ഇടപഴകാനും സംസാരിക്കാനും കഴിയുന്ന പൊതുവായ ഇടങ്ങൾ സൃഷ്ടിക്കുക. സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ, പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബോർഡ് ഗെയിമുകൾ പോലുള്ള വിനോദ ഓപ്ഷനുകൾ നൽകുക. അതിഥികൾക്ക് സ്വന്തമായി ഭക്ഷണം തയ്യാറാക്കാനോ പങ്കിട്ട് ഭക്ഷണം ആസ്വദിക്കാനോ കഴിയുന്ന ഒരു പൊതു ഡൈനിങ് ഏരിയയോ അടുക്കളയോ ഒരുക്കുന്നത് പരിഗണിക്കുക. പ്രാദേശിക സംസ്കാരം സ്വീകരിക്കുക. പ്രാദേശിക സംസ്കാരത്തിന്റെയും പാരമ്പര്യങ്ങളുടെയും ഘടകങ്ങൾ നിങ്ങളുടെ അലങ്കാരത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ഹോം സ്റ്റേയെ ആധികാരികവും അതുല്യവുമാക്കാൻ പ്രാദേശിക കലാസൃഷ്ടികൾ, തുണിത്തരങ്ങൾ അല്ലെങ്കിൽ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ ഉപയോഗിക്കുക. ഹരിത സംരംഭങ്ങൾ. നിങ്ങളുടെ ഹോം സ്റ്റേയിൽ സുസ്ഥിരവും പരിസ്ഥിതി സൗഹാർദ്ദവുമായ സമ്പ്രദായങ്ങൾ സമന്വയിപ്പിക്കുന്നത് പരിഗണിക്കുക. ഊർജ്ജ കാര്യക്ഷമമായ ലൈറ്റിംഗ്, വെള്ളം സംരക്ഷിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുക. അതിഥികൾക്ക് റീസൈക്ലിംഗ് സൗകര്യങ്ങൾ നൽകുക. ഇത് യാത്രക്കാരെ ആകർഷിക്കുകയും നിങ്ങളുടെ ബിസിനസ്സിന് ഒരു നല്ല ഇമേജ് നൽകുകയും ചെയ്യും. അതിഥികളുടെ ഫീഡ്ബാക്ക്. നിങ്ങളുടെ അതിഥികളിൽ നിന്ന് തുടർച്ചയായി ഫീഡ്ബാക്ക് തേടുകയും അവരുടെ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി ആവശ്യമായ മെച്ചപ്പെടുത്തലുകൾ വരുത്തുകയും ചെയ്യുക. നിങ്ങളുടെ അലങ്കാരങ്ങൾ ആകർഷകമാക്കാനും നിലവിലെ ട്രെൻഡുകൾക്ക് അനുസൃതമായി നിലനിർത്താനും പതിവായി അപ്ഡേറ്റ് ചെയ്യുകയും പുതുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അതിഥികൾക്ക് സുഖകരവും അവിസ്മരണീയമായ അനുഭവം സൃഷ്ടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതോടൊപ്പം അവരുടെ മുൻഗണനകളും ആവശ്യങ്ങളും മനസ്സിലാക്കുക. ഹോം സ്റ്റേ ബിസിനസ് കോഴ്സിലെ ഹോം സ്റ്റേ എങ്ങനെ സജ്ജീകരിക്കാം എന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ ഈ ഭാഗം മുഴുവനായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി ഒരു ഹോം സ്റ്റേ ബിസിനസ് ആരംഭിക്കാൻ കഴിയും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.